നടന്നേ ചേട്ടാ, നടന്നേ. എവിടെ പോരാ? അതെ, സെൽഫി എടുക്കാൻ വിളിക്കൊന്നല്ല, അങ്ങോട്ട് നടന്നേ. ഞങ്ങൾക്ക് പോയിട്ട് വേറെ ജോലി ഉണ്ടെന്ന്. ഇത് എന്റെ സ്ഥലമാണ് ചേട്ടൻ, നടന്നേ. വേറെ ജോലി, നിങ്ങളുടെ ജോലി ഞാൻ കണ്ടതാണ്. ചുമ്മാ ഇരുന്ന് അങ്ങോട്ട്. എന്ത് കണ്ടതായി പറയുന്നത്? ആ, നിങ്ങൾ ഇവിടെ നോക്കിക്കൊണ്ടിരുന്നോ? നിങ്ങൾക്ക് അറിഞ്ഞോ കാര്യം പറ ചേട്ടാ? ഇവരെ നമ്മുടെ ഇവിടെ കയറി മോഷ്ടിച്ച്. ആവശ്യമില്ലാത്തൊന്നും പറയരുത് ചേട്ടാ, എന്താന്നറിയോ, നമ്മുടെ റിസീവറിന്റെ മൈക്കിന്റെ ഈ അഖിലേന്റെ റൂമിൽ കിടക്കണ കൈ കൊട്ടണ പാവയുടെ അടക്കം ബാറ്ററി മോഷ്ടിച്ച് പോക്കറ്റിലിട്ടേക്കുന്നു. ഇവന്റെ കൈ കൊട്ടണ പാവയുടെ ബാറ്ററി ഇനി എങ്ങനെ ഞാൻ ഒരു ഉച്ചക്ക് ചോറ് നിങ്ങളുടെ പാവയുടെ ബാറ്ററി. ഈ ബാറ്ററി നിങ്ങൾ കട്ടതല്ലേ? അങ്ങനെ പറയരുത്, ഞങ്ങൾ ഇങ്ങനെ എടുത്തതേ ഉള്ളൂ. അയ്യോ, നിങ്ങൾ എടുത്തതാണ്. ഇങ്ങ് തന്നെ. പിന്നെ കള്ളന്മാരാണെങ്കിലും നമ്മൾ ഒരു അവസരം കൊടുക്കണമല്ലോ. അതുകൊണ്ട് ഞാൻ ഇവരുടെ അടുത്ത് പറഞ്ഞു, ചേച്ചി ഇവിടെ വന്നു കഴിഞ്ഞാൽ എന്തെങ്കിലുമൊക്കെ പെർഫോം ചെയ്ത് കഴിഞ്ഞാൽ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഈ ബാറ്ററിയിൽ ചാർജ് കയറും. അങ്ങനെയാണ് പൈസ കിട്ടണം. അല്ലാതെ ഈ ബാറ്ററിയിൽ ഇത് പൂച്ച ചാടുന്ന ബാറ്ററി ഫുള്ള് കയറ്റണോ? ആ, ഇത് ഫുൾ കേറ്റുവോ? കേറ്റും. അപ്പൊ കള്ളന്മാർക്കല്ലേ നമുക്കൊരു അവസരം കൊടുക്കാതെ വിചാരിച്ച്. പിന്നെ ഈ ബാറ്ററി ഞാൻ എടുത്തോട്ടെ. എടുത്തു. അല്ല, പേര് ചോദിക്കാൻ ഞാൻ പറഞ്ഞു, ഞങ്ങൾ പരിചയപ്പെട്ട വേറൊരു ബന്ധത്തിലായിരുന്നു. പേരെന്താ? എന്റെ പേര് രാധാകൃഷ്ണൻ കുളക്കട. എന്റെ പേര് റജി പത്തനാപുരം. അനീഷ് തോന്നി. അപ്പൊ ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു. അടിപൊളി. എടാ മണ്ടന്മാരെ, രണ്ടുപേരും പമ്പി ഇങ്ങോട്ട് വാ. ആശാനെ, ഈ പാഴാട്ടേക്ക് ഏത് പമ്പി വരാനാ നിങ്ങൾ പറയുന്നത്? എടാ, പമ്പി ചെല്ലാനല്ല, പമ്മി പതുങ്ങി ചെല്ലാൻ. ഇങ്ങനെയാണോ? ആ ആശാനെ, നമ്മൾ ഇന്ന് ഏത് നിലവറ പൊളിക്കുന്നേ? നമ്മൾ ഇന്ന് പൊളിക്കുന്ന നിലവറയല്ല, ഇന്ന് പൊളിക്കുന്ന ഒരു മണിയറയാ. എന്നാ തുടങ്ങിക്കോ. ആശാനെ, ഇത് മണിയറയല്ല കേട്ടോ, പിന്നെ ഏതോ കലവറയാണെന്ന് തോന്നുന്നു. നല്ല മീൻ പൊരിച്ച മണം. ശരിയാ. എടാ, അതെ, നമ്മുടെ അടുക്കളയിൽ ഒരു കുപ്പി എണ്ണ ഇരുന്നില്ലയോ, ആ, അതെടുത്ത് ഞാൻ ദേഹത്തൊക്കെ തേച്ചു. എന്തോ കാര്യത്തിന്. ഓ, ആരെങ്കിലും പിടിച്ചാ തെന്നി അങ്ങ് പോണ്ടേ. ഇപ്പഴാ മനസ്സിലായത് മീൻ പൊരിച്ച എണ്ണയാണ്. ഒരു കാര്യം പറഞ്ഞേക്കോ, ഇന്നലത്തെ നോട്ട് കിടന്ന് കലവറക്കകത്ത് ഉറങ്ങിയേക്കല്ലേ? അയ്യോ കേട്ടല്ലോ ആശാനെ. ആശാനെ ക്ഷമിക്കണം ആശാനെ. എന്തുവാടാ? ഇന്നലെ രാത്രി കുറച്ച് മൂത്രം കുടിച്ചിട്ട് ഞാൻ ഉറങ്ങിപ്പോയി. അയ്യേ, മൂത്രം കുടിക്കുവാടാ? അയ്യേ, മൂത്രം കുടിച്ചതല്ല, പിന്നെ മൂത്ത റമ്മ് കുടിച്ചിട്ട് ഞാൻ ഉറങ്ങിപ്പോയി. നിന്റെ അടുത്ത് ഞാൻ പലപ്പോഴും ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഇങ്ങനെ മദ്യം വെച്ചിട്ട് ഇങ്ങനെ എന്റെ കൂടെ മോട്ടിക്കാൻ വരരുതെന്ന്. എടാ, ഈ മദ്യം നമ്മുടെ ശത്രുവാണ്. ആശാൻ അത് മാത്രം എന്നോട് പറയരുത് ആശാനെ. എന്താ? ശത്രുവിനെ സ്നേഹിക്കാനാണ് കർത്താവ് എന്നെ പഠിപ്പിച്ചിരിക്കുന്നത്. എനിക്ക് കർത്താവ് പറയുന്നത് മാത്രം കേട്ടാ മതി. ഫോൺ എടുക്കടാ, ഫോൺ എടുക്കടാ. ഞാനാണോ വേണ്ടിയത്? ഇവരല്ലേ വേണ്ടിയത്? ഇവരോട് വേണം പറയാൻ വേണ്ടായിരിക്കും. ആളെന്നെ വിളിച്ചേ? എന്നെ വിളിച്ചത് ചേച്ചിയാ. നിന്റെ ചേച്ചി ഇതിനെ ഇപ്പൊ നിന്നെ വിളിച്ചത്? ഓ, എന്റെ ചേച്ചിയാന്ന് ഞാൻ പറഞ്ഞോ? ഈ വിളിച്ചതേ ആശാന്റെ ഭാര്യയാ. കേട്ടല്ലോ. എന്റെ വെട്ടുമ്പോൾ നിന്നെ വിളിച്ചേ. ആശാന് റേഞ്ച് കാണത്തില്ലായിരിക്കും. എനിക്ക് റേഞ്ചില്ലാത്ത കാര്യം നിനക്ക് എങ്ങനെ മനസ്സിലായടാ? അത് പറയാനായിരിക്കുമല്ലോ ചേച്ചി ഇപ്പൊ ഇവരെ വിളിച്ചത്. ഇവളെ കൊണ്ട് ഞാൻ നശിച്ചു. ഇവളുള്ള എനിക്ക് റേഞ്ചിലെത്താൻ എന്റെ നാട്ടുകാരെ വിളിച്ചറിയിപ്പിക്കുമല്ലോ. നിന്റെ ഫോണിങ് എടുത്തടാ. ആശാന്റെ ഫോണിങ് എടുത്തേ. കണ്ടോ, ആശാന്റെ ഒരു കുറ്റി പോലും മുങ്ങിയിട്ടില്ല. ഇവന്റെ 3 കുറ്റിയാ പൊങ്ങിയത്. ആർക്കാ റേഞ്ച്? അവന്റെ 3 കുറ്റി പൊങ്ങൂടാ. അവനാ റേഞ്ച്. നീ ആ ഫോണിങ് തന്നെ. ഞാൻ അവളെ വിളിച്ചത് പറയട്ടെ എന്റെ റേഞ്ചിന്റെ കാര്യം. അതെങ്ങനെ കാണിച്ചു കൊടുക്കും? അതിനൊക്കെ ഒരു വഴിയുണ്ട്. അതെന്താ വഴി അളിയാ? അതാണ് IMO വഴി. ഓ, അതേതെങ്കിലും കുടുക്കിന്റെ അത് വെട്ടി അടിയോ നമ്മൾ അറിയാതെ വിളിച്ചു പോകുന്നല്ലയോ ഈ അയ്യോ അമ്മോന്ന്? ശരിയാണല്ലോ. ആ, എടുക്കടാ. എന്താ എടുക്കുന്ന കാര്യം അങ്ങനെ പറഞ്ഞത്? പിന്നെ ബിസ്ക്കറ്റ് സ്വർണ്ണ ബിസ്ക്കറ്റ് ആണോ? ബിസ്ക്കറ്റ് നീ കണ്ടിട്ടുണ്ടോ? ഇല്ല. ഇവിടെ പട്ടിക്ക് കൊടുക്കാനുള്ള ബിസ്ക്കറ്റ് എടുക്കാനാ പറഞ്ഞത്. അയ്യോ, നീ ഒന്നല്ലേ എടാ, വിശന്നപ്പോ ഞാൻ ആ ബിസ്ക്കറ്റ് മൊത്തം എടുത്ത് തിന്ന് ഇപ്പൊ വയറ്റതിനെടുക്കുന്നു. ആശാനെ, ആ പട്ടി ബിസ്ക്കറ്റ് ഈ പട്ടി ഇന്ന്. ഇവിടെ പട്ടി ഇനി ഞാൻ എന്തിട്ട് കൊടുക്കണം ആ പട്ടിക്ക്? എന്റെ ദൈവമേ. ആശാൻ വന്നേ, നമുക്കൊരു ചിക്കൻ ബിരിയാണി മേടിച്ചു കൊടുത്താലോ? അയ്യോ, കുഴിമന്തി മേടിച്ചു കൊടുക്കാം. ആശാനെ, എനിക്കിപ്പോ +2 പോണം. ഈ നട്ടപ്പാരാത്രിക്ക് ഞാൻ എവിടെ പോയാണ് നിനക്ക് അഡ്മിഷൻ എടുത്ത് തരുന്നത്? അതല്ല ആശാനെ, പിന്നെ 2 പോണം. ഇതിനൊക്കെ നിങ്ങൾ ഇങ്ങനെയാണോ പറയുന്നത്? എടാ, ഇംഗ്ലീഷിൽ പറയും +2, മലയാളത്തിൽ 2 താഴിന് പറയുന്നേ. ഓ, ആശാൻ ശിഷ്യന്റെ അടുത്ത് നീ ക്ലാസ് എടുക്കാതെ എനിക്ക് അതിനുള്ള വഴി പറഞ്ഞതാ. വഴി അങ്ങോട്ട് വയ്ക്കോ. ആ വഴിയോ? ആ വഴിയുടെ തൊട്ടിപ്പുറത്ത് വലിയൊരു ബോർഡ് വെച്ചേക്കുന്നത് ആശാൻ കണ്ടോ? അത് എഴുതി വെച്ചേക്കുന്നേ ഡേഞ്ചർ എന്ന്. ഇത് വലിയ ഡേഞ്ചർ ആണോ? അത് നീ അത് കളയണേ. അത് കളയാനല്ലേ ഞാൻ അങ്ങോട്ട് പോകുന്നത്. ആശാനെ, പ്ലാൻ മൊത്തം പൊളിഞ്ഞു. ആശാൻ പേടിക്കണ്ട. അയ്യോ, ഇതിന്റെ വലിയൊരു പ്ലാന് എന്റെ കയ്യിലുണ്ട്. എന്തോടെ സാധനം? ഇതാണ് ഗ്ലോബ്. ജോബോ? അത് നമ്മൾ ചെയ്യുന്നത്. ഇത് ഗ്ലോബ്. ശരി. ഇതിനകത്ത് ആശാനും ഇവനും ഞാനും നമ്മൾ കേറുന്ന വീട് വരെ ഇതിനകത്തുണ്ട്. അത് ശരി. ആ, ഞാനിപ്പോ ഇവിടെ ഇവിടെ ഉണ്ട്.
അപ്പൊ ഇവനോ? അവനല്ലേ ഇവിടെ നിൽക്കുന്നത്. അപ്പൊ നീയോ? ഞാൻ ദാണ്ടിരിക്കുന്നു. അപ്പൊ നീ എന്നെ ആക്കിയതല്ലോ. ആശാനെ ഭൂമി ഉരുണ്ടതാ. ആണോ? അതാടാ ആണ്. അതിങ്ങനെ കറങ്ങിക്കൊണ്ടേയിരിക്കും. ഈ കറങ്ങുന്ന ഭൂമിയിൽ നിന്നാണ് ഓരോരുത്തരും ഓരോന്നും കണ്ടുപിടിക്കുന്നത്. അത് ശരി. പറഞ്ഞ കേട്ടല്ലോ. കേട്ട് കറങ്ങുന്ന കണ്ടോ? കണ്ടു നീ കണ്ടുപിടിക്ക്. എന്താന്ന്? ഈ വീട് സ്ഥലം കണ്ടുപിടിക്ക്. കണ്ടുപിടിക്കേ. ഈ ഗ്ലോബ് എടുത്ത് സഞ്ചിയിൽ പോയി. ഇനി നമുക്ക് ജോബിലോട്ട് കിടക്കാം. മോഷണം എന്ന് വെച്ചാല് അതൊരു കലയാണ്. അപ്പൊ ചേച്ചി ഉണ്ടില്ലയോ? ഏത് ചേച്ചി? ആശാന്റെ ഭാര്യ കലച്ചേച്ചി. കലയുടെ കാര്യം പറഞ്ഞല്ലോ, കൊലയുടെ കാര്യം ഒന്ന് പറഞ്ഞേ. ആശാനെ എനിക്ക് ചെറിയൊരു സംശയം. പറഞ്ഞോളൂ. പോലീസുകാർ നമ്മളെ സ്റ്റേഷനിൽ കൊണ്ടുപോയി എപ്പോഴും ഇങ്ങനെ കുനിച്ചേർത്ത് എന്തോന്നാ? അത് നമുക്ക് നൂന്ന് നിൽക്കാൻ സമയം കിട്ടാത്തോണ്ടാ. ഊന്നിക്കാനുള്ള സമയം നമുക്ക് എപ്പോ കിട്ടും? എന്ന് നമ്മുടെ മോഷണം നിർത്തുന്നോ അന്ന് നമുക്ക് കിട്ടും. അത് ശരി. എങ്കിലും ഞങ്ങളുടെ വീട്ടിന്റെ അടുത്ത് ഒരു ചെറിയൊരു മോഷണം ഞാൻ നടത്തി. അന്ന് ആ വീട്ടിൽ കല്യാണമായിരുന്നു. ഞാൻ ചെന്ന് കയറി കൊടുത്തതോ മണിയറക്കകത്ത് സ്വർണ്ണം എടുക്കാനായിരിക്കും ഇല്ലയോ? ഈ സ്വർണ്ണത്തിലൊക്കെ തീ പിടിച്ച് കിടക്കുന്ന വിധത്തിൽ സ്വർണ്ണം എടുക്കുവോ? ശരിയാണല്ലോ. ഇതെന്താ വിളിതാ പോയത്? ഞാൻ നോക്കിപ്പോണ്ടല്ലോ, രണ്ടുപേര് കിടക്കുന്നു കട്ടില്. ആ പെണ്ണു വച്ചിറക്കനും. ഞാൻ പതുക്കെ അങ്ങോട്ട് ചെന്ന് ആ കട്ടിലിന്റെ സൈഡിൽ ഇങ്ങനെ അങ്ങ് ഇരുന്നു. എന്നിട്ട് ഞാൻ കിന്നാരത്തുമ്പി സിനിമയിലെ കഥ പറയുവല്ല ഇങ്ങനെ ഞാൻ നോക്കിപ്പോണ്ടല്ലോ ഒരു ഗ്ലാസ് പാലവിട്ടിരിക്കുന്നു. പച്ചപ്പാലല്ലേ? അല്ല, വെള്ളപ്പാലായിരുന്നു. പച്ചപ്പാലാണ്. അല്ലടാ, വെള്ളപ്പാലായിരുന്നു. ആശാനത് പച്ചപ്പാലാണ്. ഇവൻ എന്തുവാണ് പറയുന്നത്? ആശാനെ അവന് ഭ്രാന്താ. നിങ്ങോട്ട് മാറിയുന്നേ. എടാ നീ എന്തൊക്കെയാണ് വിളിച്ചു പോകുന്നത്? പച്ചപ്പാലെന്നൊരു പാലുണ്ടോ? ആശാന് മനസ്സിലായി കാണത്തില്ല. നമ്മളീ കാച്ചാത്ത പാലില്ലയോ, അതിനാണ് ഈ പച്ചപ്പാൽ എന്ന് പറയുന്നത്. അത്രേ ഉള്ളൂ. അത്രേ ഉള്ളൂ. ആശാനെ എന്തുവാ? എനിക്ക് അവൻ പറഞ്ഞ കാര്യം കംപ്ലീറ്റ് മനസ്സിലായി. എന്തുവാ? അത് പച്ചപ്പാലായിരുന്നു. അത് കാച്ചിയ പാല്. ആര് കാച്ചി? അവര് കാച്ചി, ഞാൻ കുടിച്ചു. എന്നിട്ട് ഞാൻ കിടന്നുറങ്ങി. കണ്ണു തുറന്നു നോക്കിയപ്പോ ഇടയ്ക്കാ. ദുരടയ്ക്കോ? അവരടക്കല്ല, നാട്ടുകാരടക്കി. അത് ശരി. ആശാനെ നാട്ടുകാർ മൊത്തം ശരിക്കും അംഗീകരിച്ച് കാണും. നാട്ടുകാർ മാത്രമല്ല, പോലീസുകാരും നാട്ടുകാരും കൂടെ ചേർന്നല്ലേ ചില്ലാട്ടം പറപ്പിച്ചടാ. അയ്യോ! ഇവരാരും കേൾക്കാത്തൊരു കൗണ്ടർ ഞാൻ പറയാൻ പോവാണ്. പണ്ട് മുതൽ എന്റെ ആഗ്രഹമായിരുന്നു ഒരു വേൾഡ് ടൂർ നടത്തണം എന്നുള്ളത്. ഞാനിപ്പോ കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്, ലോകം മൊത്തം എന്റെ ബാറ്ററി വരാൻ പറ്റില്ല. ഇവിടെ എവിടെയുണ്ട്? ഞാൻ എവിടെയാ നിൽക്കുന്നേ? കണ്ടുപിടിക്കണമെങ്കിൽ ഇങ്ങനെ കറക്കിയിട്ട് അങ്ങോട്ട് നോക്കണം അവരൊക്കെ എവിടെ ഇരിക്കുന്നതെന്ന്. ഓക്കെ, എന്റെ കയ്യിൽ നിന്ന് പോയ സ്ഥിതിക്ക് ശ്വേതാ മാഡത്തിനോട് നമുക്ക് ചോദിക്കാം. ഓ കണ്ടോ, ഇവിടെ ചേച്ചി പറയുന്നത് കേൾക്കാൻ വേണ്ടി റെഡി ആയിട്ട് നിൽക്കുക. നന്നായിരുന്നു, പക്ഷെ കോമഡി കുറച്ച് കുറവായിരുന്നു. ചിരിപ്പിക്കൽ ആക്ട് നന്നായിരുന്നു. നന്നായി നിങ്ങൾ പെർഫോം ചെയ്തു. ഇവിടെ ഏറ്റവും ഇമ്പോർട്ടന്റ് എന്ന് പറഞ്ഞാൽ കോമഡിയാണ്. നമ്മൾ ചിരിപ്പിച്ചാൽ മാത്രമേ കാശ്, ബാറ്ററി ചാർജ് ആവണ്ടേ. അപ്പോൾ അതിന് നോക്കുമ്പോൾ നിങ്ങൾ എന്തായാലും ഈ തുടക്കം വാസ് വെരി ഗുഡ്. പക്ഷെ ഇനി കോമഡി വേണം. കോമഡി എല്ലാരും കോമഡി കൊണ്ടുവരിക. ഞങ്ങള് കോമഡി സ്റ്റാർസ് ചെയ്യുമ്പോൾ രാധാകൃഷ്ണൻ ഞങ്ങളുടെ കൂടെ. സൂപ്പർ ആക്ട് ആയിരുന്നു, സൂപ്പർ മറ്റേ കോൺസെപ്റ്റ് ആയിരുന്നു, സ്ക്രിപ്റ്റ് നന്നായിരുന്നു, എല്ലാം നന്നായിരുന്നു. കോമഡി എവിടെയോ കുറഞ്ഞിട്ടുണ്ട്, അത്രേ ഉള്ളൂ. രജിയണ്ണൻ പത്തനാറ് നല്ലായിരുന്നു, അടിപൊളി. ശൈലിയൊക്കെ അടിപൊളി. സുല്ലും കാർപ്പന്റർ പണിയാണ്. പക്ഷെ കള്ളൻ നല്ല ലക്ഷണമുണ്ട്. പക്ഷെ നല്ല അല്ല, പക്ഷെ അതിന്റെ മസിൽസ് എല്ലാം ഉണ്ട് കേട്ടോ. അതെ, കള്ളന്റെ എല്ലാം കറക്റ്റ് ഉണ്ട്. നിങ്ങൾ ആരും ശ്രദ്ധിക്കാത്തൊരു സംഭവം ഉണ്ട്. ക്ലൈമാക്സ് കണ്ട രാധാകൃഷ്ണൻ മറ്റേ എവിടെയായിരുന്നു ഇടയ്ക്ക്? പിന്നെ ഇവരിടയ്ക്കോ അല്ല, ആൾക്കാരിടയ്ക്ക് രാധാകൃഷ്ണൻ ഇങ്ങനെ നിന്നിട്ടേ സ്റ്റില്ലായിട്ട് നിന്നിട്ട് ഇങ്ങനെ ബാറ്ററിയിൽ നോക്കണം. പക്ഷെ എനിക്ക് അതല്ല, എനിക്കൊരു കൺഫ്യൂഷൻ. ബാറ്ററി ചാർജ് ആയെന്നല്ല, മൂപ്പർക്ക് എവിടെയോ പോവാനുണ്ടായിരുന്നല്ലോ. ഇതുവരെയ്ക്കും ഇത്ര നേരം +2 എങ്ങനെ ഇത്ര നേരം വരെ പിടിക്കാനുള്ള ഈ കഴിവ് എവിടുന്നാ വന്ന്? ചേട്ടൻ എന്നാ ചെയ്യുന്നേ? എനിക്ക് നേരത്തെ സ്വർണ്ണപ്പണിയായിരുന്നു, ജ്വല്ലറി ഒക്കെ ഉണ്ടായിരുന്നു. അതും പോരാ തന്നെ അത് കഴിഞ്ഞ് ഹോട്ടൽ ഫീൽഡായിരുന്നു കുറച്ച് നാള്. ഒരു ലോട്ടറി കടയും ഞാനും. എല്ലാം ഭാഗ്യപരീക്ഷണമാണ്. ലോട്ടറി. ഈ രാധാകൃഷ്ണൻ ചേട്ടൻ ഒരു 5ഓളം ഷോർട്ട് ഫിലിം ഡയറക്ട് ചെയ്തിട്ടുണ്ട്. അവാർഡ് കിട്ടി ഇടയ്ക്ക് എന്തോ ഒരു. ഇനി ഷോർട്ട് ഫിലിം ചെയ്യുകയാണെങ്കിൽ നമ്മുടെ പിള്ളേരെ നോക്കിക്കോ തീർച്ചയായിട്ടും കേട്ടോ. അവരൊക്കെ നല്ല സുന്ദരിയായ പിള്ളേരെ വേണം. നമുക്കിപ്പോ ഒരു സ്ക്രീൻ ടെസ്റ്റ് പോലെ നടത്താം. എടാ, ഒരു ടങ് ട്വിസ്റ്റർ കൊടുത്താലോ?
പത്തനാപുരക്കാരൻ ഇവിടെ ഒരാളുണ്ട്. രാധാകൃഷ്ണൻ ചേട്ടൻ ഓ, പത്തനാപുരക്കാരനല്ലേ? 11 ഞാൻ കൊട്ടാരക്കര കുളക്കട. പത്തനാപുരത്തെ ഒരു തത്തയുടെ കഥയുണ്ടല്ലോ. അയ്യോ അന്നാ തത്തയുള്ള സമയത്ത് ഞാൻ അന്നില്ല. ആ താത്ത എല്ലാം വെടി വെച്ച് വന്നില്ല. എല്ലാം പോയി. പത്തനാപുരത്തെ 10 പച്ചത്തത്ത ചത്ത് കുത്തിയിരുന്നു. ആ പത്തനാപുരത്ത് 10 പച്ചത്തത്ത ഉത്തരത്തിൽ ഉത്തരത്തിൽ ചത്തൊത്തു കുത്തിയിരിക്കുന്നു. പറഞ്ഞു. പത്തനാപുരം കൊല്ലമല്ല. പത്തനാപുരത്ത് 10 പച്ചത്തത്ത ഉത്തരത്തിൽ ചത്തൊത്തു കുത്തിയിരിക്കുന്നു. പത്തനാപുരത്ത് അതിടയ്ക്ക് തൃശ്ശൂരും കൂടെ കൃത്യം കുത്തിരിക്കുന്നുണ്ട്. പത്തനാപുരത്ത് 10 പച്ചത്തത്ത ഉത്തരത്തിൽ ചത്തൊത്തു കുത്തിയിരിക്കുന്നു. പത്തനാപുരത്ത് 10 പച്ചത്തത്ത ഉത്തരത്തിൽ ചത്തൊത്തു കുത്തിയിരിക്കുന്നു. സൂപ്പർ. കൊള്ളാം. ഇനി ആരെങ്കിലും try ചെയ്യുന്നുണ്ടോ? നല്ല ഐറ്റം. ആരെങ്കിലും try ചെയ്യുന്നോ? നായികയായി. ഇനി അടുത്ത- നായികയാണ്. രണ്ട് നായികമാരാവും. പത്തനാപുരം വിട്ടിട്ട് കുളക്കട വിടി. തെറ്റ്. അതെങ്ങനെ ഒന്ന് പറഞ്ഞ നോയി ചേട്ടാ പറഞ്ഞു കൊടുത്തേ പിള്ളേർക്ക്. ആ കുളക്കടയിൽ ഒരു അത് തന്നെ ആ സ്ഥലം. എന്നാ ഇനി ഡയല പറ. ആര് തച്ച സജ്ജി, അച്ഛൻ ചന്തയിൽ തച്ച സജ്ജി പറ. ആര് തച്ച സഞ്ചി അച്ഛൻ ചന്തയിൽ സദ്യ? ചന്തയിൽ അഖിലാണ് തെറ്റിച്ചേ. ഞാൻ അങ്ങനെ പറയണതാ. അപ്പൊ അവര് അതിന്റെ തിരിച്ചു പറയും. ആ, പോട്ടെ. എന്തായാലും അവിടെ ഒരു നായിക വേഷം കൂടി ഉണ്ട്. ആരെങ്കിലും പറയുന്നെങ്കിൽ നമുക്ക് നോക്കാം. ഇല്ലെങ്കിൽ അവിടെ നായികനെ ഫിക്സ് ചെയ്യുന്നു നമ്മള്. പേരെന്താ? ദേവിക. ഒരു സെക്കൻഡ്. ചേച്ചി ചോദിച്ചോ പേര്. ദേവിക. എന്താ പേര് മോളെ? മോളെ ദേവിക എന്താ പേര്? അയ്യോ ഞാൻ പറഞ്ഞോളാം. ദേവിക പറയൂ. പത്തനാപുരത്ത് 10 പച്ചത്തത്ത ഉത്തരത്തിൽ ചത്തുകുത്തിയിരുന്നു. പത്തനാപുരത്ത് 10 പച്ചത്തത്ത ഉത്തരത്തിൽ ചത്തുകുത്തിയിരുന്നു. പത്തനാപുരത്ത് 10 പച്ചത്തത്ത ഉത്തരത്തിൽ ചത്തുകുത്തിയിരുന്നു. വെരി ഗുഡ്. അയ്യോ ഇതൊക്കെ ഇത്ര എളുപ്പമാണോ? അടിപൊളിയായിരുന്നു. അപ്പൊ ടാസ്ക് അവിടെ കംപ്ലീറ്റ് ചെയ്തു. പത്തനാപുരംകാരൻ അടുത്ത ഷോർട്ട് ഫിലിമില് 2 നായികമാര്. കുളക്കടക്കാരൻ. കുളക്കടക്കാരൻ. ആ കുളക്കടയായിരുന്നല്ലേ? ശരിയെന്നാ കൊളാക്കണ്ട. ഒരു കാര്യത്തിലോ ബാറ്ററി ചാർജ് നോക്കിയാലോ? ഇല്ല നമ്മൾ ഈ ചേട്ടന്റെ വിശേഷം ചോദിച്ചില്ല. ചേട്ടൻ നന്നായിരുന്നു കേട്ടോ. എന്തൊക്കെയാ എന്തെല്ലാം പെയിന്റിങ്ങിന്റെ ജോലിയാ. ഇല്ല. നമുക്കപ്പോ ബാറ്ററി എത്രത്തോളം ചാർജ് ആയത് നോക്കിയാലോ? ഇനി ബാറ്ററി ദേ അവിടെ ബാക്കിലാ വരുന്നത്. നമുക്ക് നോക്കാം. സൂപ്പർ സൂപ്പർ. 12,000 rupees ആണ് നിങ്ങൾക്ക് ലഭിച്ചിരിക്കുന്നത്. സന്തോഷായോ? സന്തോഷമായി. ഇനിയിപ്പോ ഒരിടത്തും കക്കാൻ പോണ്ടല്ലോ. ഇല്ല. സ്ക്രിപ്റ്റ് മാത്രം ഇനി കട്ടാൻ അത് മതി. വേറെ ഒന്നും കക്കണ്ട. അത് കൊള്ളാം. എടാ രാധാകൃഷ്ണ 2 ബാറ്ററി വാങ്ങിച്ചാൽ മീശയിലിടണം. അതിനു മുമ്പ് ശ്വേത ചേച്ചി യെസ്. ഞങ്ങളുടെ ബാങ്ക് ഓഫ് ബോംബെ യെസ് 12,000 rupees Yes. അല്ലേ? നിങ്ങളുടെ ഒരാളുടെ ഫോണിലേക്ക് ഇത് എത്താൻ പോവാണ്. സന്തോഷായില്ലേ? സന്തോഷം.